അധ്യായം 19. ഭയം നീക്കം ചെയ്യാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി അവനെ ഒരു വിരുന്നിന് സംസാരിക്കാൻ ക്ഷണിച്ചതായി എന്നോട് പറഞ്ഞു. 1000 പേരുടെ മുന്നിൽ സംസാരിക്കണം എന്നാലോചിച്ചപ്പോൾ തന്നെ അവൻ പരിഭ്രാന്തനായി. പക്ഷെ ഈ ഭയത്തെ അവൻ ഈ വഴിയിലൂടെ മറികടന്നു. പല രാത്രികളിലും ഒരു ചാരുകസേരയിൽ ഇരുന്ന് 5 മിനിറ്റ് സാവധാനം നിശബ്ദമായി സംശയരഹിതമായി അവൻ സ്വയം പറഞ്ഞു, ഞാൻ ഈ ഭയം എനിക്ക് അധീനമാക്കാൻ പോകുന്നു. ഞാനിപ്പോൾ അതിനെ മറികടക്കുകയാണ്. ഞാൻ സമചിത്തതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്നു. ഞാൻ വിശ്രമകരവും സുഖപ്രദവുമായ അവസ്ഥയിലാണ്. അവൻ മനസ്സിന്റെ ഒരു നിശ്ചിത നിയമം പ്രവർത്തിപ്പിക്കുകയും ഭയത്തെ മറികടക്കുകയും ചെയ്തു. ഉപബോധ മനസ്സ് നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നതും നിർദ്ദേശത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. നിങ്ങളുടെ മനസ്സ് നിശ്ചലമാവുകയും വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു സുഷിരമുള്ള പാളിയിലൂടെ വേർതിരിച്ചെടുത്ത ദ്രാവകങ്ങൾ ഇടകലരുന്ന വൃതിവ്യാപനം പോലെയുള്ള ഒരു സമാന പ്രക്രിയയിലൂടെ നിങ്ങളുടെ ബോധ മനസ്സിന്റെ ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഈ നിശ്ചിതമായ വിത്തുകൾ അല്ലെങ്കിൽ ചിന്തകൾ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവ അതിൻ്റെതായ തരത്തിൽ വളരുന്നു. അപ്പോൾ നിങ്ങൾ സമചിത്തനും ശാന്തനും അക്ഷോഭ്യനുമായി തീരുന്നു. ഭയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയപ്പെടുന്നു. പരാജയം, രോഗാവസ്ഥ, അപര്യാപ്തമായ മാനുഷിക ബന്ധങ്ങൾ എന്നിവയുടെ പിന്നിൽ ഭയമുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഭൂതകാലം, ഭാവി, വാർദ്ധക്യം, ബുദ്ധിഭ്രമം, മരണം എന്നിവയെ ഭയപ്പെടുന്നു. ഭയം നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്തയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെ ഭയപ്പെടുന്നു. ഒരു കൊച്ചുകുട്ടിയോട് അവന്റെ കട്ടിലിനടിയിൽ അവനെ പിടിച്ചുകൊണ്ടു പോകാൻ ഭയപ്പെടുത്തുന്ന ഒരു സത്വം ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ പേടിച്ചു വിറച്ചു പോകും. അവന്റെ അച്ഛൻ വെളിച്ചമടിച്ച് അവിടെ ആ സത്വം ഇല്ലെന്ന് കാണിക്കുമ്പോൾ കുട്ടി ഭയത്തിൽ നിന്ന് മോചിതനാകുന്നു. ആ കുട്ടിയുടെ മനസ്സിലുള്ള ഭയം ശരിക്കും ഒരു സത്വം അവിടെ ഉള്ളതുപോലെയായിരുന്നു. അവന്റെ മനസ്സിലെ തെറ്റായ ചിന്തയിൽ നിന്ന് അവൻ സുഖപ്പെടുത്തപ്പെട്ടു. അവൻ ഭയപ്പെട്ട വസ്തു യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ലായിരുന്നു. അതുപോലെ നിങ്ങളുടെ മിക്ക ഭയങ്ങൾക്കും യാഥാർത്ഥ്യമില്ല. അവ വെറും ദുഷിച്ച നിഴലുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. നിഴലുകൾക്ക് യാഥാർത്ഥ്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യം ചെയ്യുക. അതോടെ ഭയത്തിന്റെ മരണം ഉറപ്പാണ്. അർത്ഥശങ്കയില്ലാതെ സ്വയം പറയുക, ഞാൻ ഈ ഭയത്തെ നിയന്ത്രിക്കാൻ പോകുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കും. ഭയം നിങ്ങളുടെ മനസ്സിലെ ഒരു നിഷേധാത്മക ചിന്തയാണ്. സൃഷ്ടിപരമായ ചിന്ത ഉപയോഗിച്ച് അതിനെ മാറ്റി സ്ഥാപിക്കുക. ഭയം ദശലക്ഷങ്ങളെ കൊന്നിട്ടുണ്ട്. ആത്മവിശ്വാസം ഭയത്തേക്കാൾ വലുതാണ്. ദൈവത്തിലും നന്മയിലും ഉള്ള വിശ്വാസത്തേക്കാൾ ശക്തമായ മറ്റൊന്നില്ല. ഭയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. അതാണ് പരാജയത്തിനും രോഗത്തിനും മോശമായ മനുഷ്യബന്ധങ്ങൾക്കും പിന്നിൽ. സ്നേഹം ഭയത്തെ അകറ്റുന്നു. സ്നേഹം ജീവിതത്തിലെ നല്ല കാര്യങ്ങളോടുള്ള വൈകാരിക അടുപ്പമാണ്. സത്യസന്ധത, സത്യനിഷ്ഠ, നീതി, നല്ല മനസ്സ്, വിജയം എന്നിവയെ സ്നേഹിക്കുക. മികച്ചതിന്റെ സന്തോഷകരമായ പ്രതീക്ഷയിൽ ജീവിക്കുക. അപ്പോൾ ഏറ്റവും മികച്ചത് മാറ്റമില്ലാതെ നിങ്ങളിലേക്ക് വരും. ഭയനിർദ്ദേശങ്ങളെ ഞാൻ മനോഹരമായി പാടുന്നു. ഞാൻ സമചിത്തനും സ്വച്ഛതയുള്ളവനും ശാന്തനുമാണ് എന്നിങ്ങനെയുള്ള വിപരീതം കൊണ്ട് നേരിടുക. അത് അതിശയകരമായ ഫലം നൽകും. വാക്കാലുള്ളതും എഴുത്തുപരവുമായ പരീക്ഷകളിലെ ഓർമ്മക്കുറവിന് പിന്നിൽ ഭയമാണ്. അറിയേണ്ട എല്ലാത്തിനും എനിക്കൊരു മികച്ച ഓർമ്മയുണ്ട് എന്നത് ഇടയ്ക്കിടെ ഉറപ്പിച്ചു പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഭയത്തെ മറികടക്കാൻ കഴിയും. അല്ലെങ്കിൽ പരീക്ഷയിൽ ഉജ്ജ്വല വിജയം ലഭിച്ചതിന് ഒരു സുഹൃത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നതായി സങ്കല്പിക്കുക. സ്ഥിരോത്സാഹിയായിരിക്കുക. അപ്പോൾ നിങ്ങൾ വിജയിക്കും. വെള്ളം കടക്കാൻ പേടിയുണ്ടെങ്കിൽ നീന്തുക. നിങ്ങളുടെ ഭാവനയിൽ സ്വതന്ത്രമായി സന്തോഷത്തോടെ നീന്തുക. മാനസികമായി സ്വയം വെള്ളത്തിലേക്ക് ചാടുക. കുളത്തിൽ നീന്തുന്നതിന്റെ തണുപ്പും ആവേശവും അനുഭവിക്കുക. അത് തെളിവാർന്നതാക്കുക. നിങ്ങളിത് ആത്മനിഷ്ഠമായി ചെയ്യുമ്പോൾ വെള്ളത്തിലിറങ്ങി അതിനെ കീഴടക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഇതാണ് നിങ്ങളുടെ മനസ്സിന്റെ നിയമം. എലിവേറ്ററുകളും പ്രസംഗശാലകളും പോലുള്ള അടച്ച സ്ഥലങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ മാനസികമായി ഒരു എലിവേറ്ററിൽ കയറി അതിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുക. എത്ര വേഗത്തിൽ ഭയം ഇല്ലാതാകുന്നുവെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങൾ ജനിച്ചത് വീഴുന്നതിനോടും ശബ്ദത്തിനോടും ഉള്ള 2 ഭയങ്ങളോടെയാണ്. മറ്റെല്ലാ ഭയങ്ങളും നിങ്ങൾ ആർജിച്ചതാണ്. അവയെ ഒഴിവാക്കുക. സാധാരണ ഭയം നല്ലതാണ്. അസാധാരണമായ ഭയം വളരെ മോശവും വിനാശകരവുമാണ്. ഭയചിന്തകളിൽ നിരന്തരം മുഴുകുന്നത് അസാധാരണമായ ഭയം, ആസക്തികൾ, വികാരങ്ങൾ എന്നിവ സൃഷ്ടിക്കും. എന്തെങ്കിലും ഒന്നിനെ നിരന്തരം ഭയപ്പെടുന്നത് പരിഭ്രാന്തിയുടെയും ഭീകരതയുടെയും വികാരങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തിക്ക് സാഹചര്യങ്ങളെ മാറ്റി നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രിയപ്പെട്ട ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയുമ്പോൾ അസാധാരണമായ ഭയം മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഭയത്തിന് വിപരീതമായ നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങളുടെ ഉടനടിയുള്ള ശ്രദ്ധയും കൂറും നൽകുക. ഇതാണ് ഭയത്തെ പുറന്തള്ളുന്ന സ്നേഹം. നിങ്ങൾ പരാജയത്തെ ഭയപ്പെടുന്നുവെങ്കിൽ വിജയത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ രോഗത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ തികഞ്ഞ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ.
നിങ്ങൾ ഒരു അപകടത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും മാർഗനിർദ്ദേശത്തെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിത്യജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ദൈവം ജീവനാണ്, അതാണിപ്പോൾ നിങ്ങളുടെ ജീവിതം. പകരത്തിന്റെ മഹത്തായ നിയമം ഭയത്തിനുള്ള ഉത്തരമാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ രൂപത്തിൽ ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭയത്തിന്റെ തടവറയ്ക്കുള്ളിലാണെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. നല്ലത് പ്രതീക്ഷിക്കുക. നല്ല കാര്യങ്ങളിൽ മാനസികമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉത്തരം തരുമെന്നറിയുക. അതൊരിക്കലും കൈവിടുകയില്ല. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ നിലവിലില്ല. ചിന്തകൾ സർഗാത്മകമാണ്. അതുകൊണ്ട് ജോ പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടിരുന്ന കാര്യം എൻ്റെ മേൽ വന്നിരിക്കുന്നു. നല്ലത് ചിന്തിക്കുക, അപ്പോൾ നല്ലത് പിന്തുടരും. നിങ്ങളുടെ ഭയങ്ങളിലേക്ക് നോക്കൂ. യുക്തിയുടെ വെളിച്ചത്തിലേക്ക് അവയെ കൊണ്ടുവരിക. നിങ്ങളുടെ ഭയങ്ങൾ ചിരിച്ചു തള്ളാൻ പഠിക്കുക. അതാണ് ഏറ്റവും നല്ല മരുന്ന്. നിങ്ങളുടെ സ്വന്തം ചിന്തയല്ലാതെ മറ്റൊന്നിനും നിങ്ങളെ ശല്യപ്പെടുത്താനാവില്ല. മറ്റു വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ, പ്രസ്താവനകൾ അല്ലെങ്കിൽ ഭീഷണികൾ എന്നിവയ്ക്ക് ഒരു ശക്തിയുമില്ല. ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. എപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ നല്ല ചിന്തകൾക്കൊപ്പമാകും. സർഗാത്മക ശക്തി ഒന്നേ ഉള്ളൂ. അത് ലയമായി നീങ്ങുന്നു. അതിൽ വഴക്കുകളോ വിഭജനങ്ങളോ ഇല്ല. അതിന്റെ ഉറവിടം സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ നല്ല ചിന്തകളോടൊപ്പം ഉള്ളത്.